ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പാത്തുസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ടിപ്സ് വീഡിയോ ആയിട്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. വാസ്ലൈൻ എല്ലാവർക്കും അറിയായിരിക്കും, അഥവാ പെട്രോളിയം ജെല്ല്. ഇത് അലോവേരൻ്റെയാണ്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല. ഇതന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങാനും കിട്ടും. ഇത് ഒരുപാട് ഉപകാരപ്പെട്ട ഒരിതാണ് ഈ വാസ്ലൈന്. പക്ഷെ നമ്മൾ ആരും ഇത് യൂസാക്കൽ ഇത് കുറവാണ് മിക്ക ആൾക്കാരും. ഇത് മുഖ സൗന്ദര്യത്തിനായാലും കാലിൻ്റെ മടമ്പലം വിണ്ട് കീറില്ല, അതിനെല്ലാം നല്ലതാണ്. പക്ഷെ ഞാനും ഇത് ഉപയോഗിക്കൽ ആദ്യം കുറവാണ്. പിന്നെ ഇതിൻ്റെ ഉപകാരങ്ങൾ അറിഞ്ഞ പിന്നെ ഞാനും ഇപ്പം കുറച്ചായിട്ട് യൂസാക്കുന്നുണ്ട്. ഈ ചെറിയ മക്കളിൽ ഡ്രൈ സ്കിന്നുള്ളവരെല്ലാം ഇത് തേച്ച് കൊടുക്കലുണ്ട്. ഇത് നമ്മൾ ദിവസം ഇത് ഉപയോഗിച്ചാൽ ഡ്രൈ സ്കിന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ കയ്യിലെ മുട്ടിലെ കറുപ്പെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം നമ്മൾ ഇതന്നെ ഉപയോഗിച്ചാൽ മാറിക്കിട്ടുന്നതാണ്. ഞാൻ ഇതന്നെ ഉപയോഗിച്ചൊരു അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളെ കയ്യിലെല്ലാവർക്കും ഡ്രൈ സ്കിന്നായിരിക്കും. എല്ലാവർക്കും നല്ല, എന്നാലും കുറച്ച് പേർക്ക് ഡ്രൈ സ്കിന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ചുളിവെല്ലാം പോകും. അപ്പോൾ ഈ ചുളി വീണതിന് മോയ്സ്ചറൈസായിട്ട് രാത്രിക്ക് നമുക്ക് കിടക്കാൻ നേരം ഉപയോഗിക്കാൻ പറ്റിയൊരു ടിപ്പാണ്. ഞാൻ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വാസ്ലൈന്, ഒരു 1/4 ടീസ്പൂൺ വാസ്ലൈൻ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. നമ്മ ഇത് ഒരു ദിവസം ഉപയോഗിച്ചതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഈ വീഡിയോ ഒരു ഹിന്ദി ചാനലിൽ കണ്ടതാണ്. അപ്പോൾ അതിൽ എല്ലാവരും നല്ല അടിപൊളി കമൻറ്റാണ്. അപ്പം ഞാനും കുറച്ച് ദിവസമായി ചെയ്ത് നോക്കി. അപ്പം അടിപൊളിയാണ്, റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വാസ്ലൈൻ ഒരു കട്ട ടൈപ്പാണ്, മെൽട്ടായി കിട്ടൂല. അപ്പോൾ ഇതുപോലെ വേഗം മെൽട്ടായി കിട്ടാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇറക്കി വെച്ചാൽ മതി. വേറൊരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. വാസ്ലൈൻ മെൽട്ടായി കിട്ടും. നമുക്ക് എവിടെയാണോ ഡ്രൈ സ്കിൻ അവിടെയെല്ലാം തേച്ച് കൊടുത്താൽ നല്ലതാണ്. എന്ത് തേക്കുമ്പോൾ നമ്മൾ രാത്രി തന്നെ തേച്ച് കൊടുക്കണം. ഇത് മുഖത്താണ് തേക്കുന്നതെങ്കിൽ രാത്രി തന്നെ തേക്കണം. ഇത് തേച്ചിട്ട് വെയിൽ കൊണ്ടാൽ നമ്മുടെ ഉള്ള നിറം കൂടിയും പോകും, പെട്ടെന്ന് കറുപ്പ് വരും. അതുകൊണ്ട് ഇത് പകല് തേക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം ഇത് ഉപയോഗിക്കുകയില്ല. ഇങ്ങനെ ഡേറ്റ് കഴിഞ്ഞിട്ട് കളയലാണ് പതിവ്. ഇതുവരെ ഞാൻ ആദ്യമൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. പിന്നെയെന്ന് പറഞ്ഞത് ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയാന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂസാക്കും. ഡെയിലി യൂസാക്കിയിട്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും യൂസാക്കലുണ്ട്. ഇത് നാട്ടിൽ വാങ്ങാൻ കിട്ടും. എത്ര പൈസ എന്നറിയില്ല നാട്ടിലത്തത്. ഞാൻ ഇതുവരെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇത് എപ്പോൾ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുമ്പം അവരെന്നെ കൊണ്ടുത്തരലാണ്. അത് തേച്ച് കൊടുക്കുമ്പോൾ നല്ല മോയ്സ്ചറൈസറിന് കൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കാം. എന്തായാലും ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് നോക്കാം. ചെയ്തിട്ട് നിർത്തി വെക്കാതെ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഇത് തേച്ചിട്ട് വെളുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഡ്രൈ സ്കിന്നിന് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. എന്തായാലും ഇത് തേച്ചാൽ വെളുക്കുകയൊന്നും ചെയ്യില്ല. ചില ആൾക്കാരുടെ മുഖം ഭയങ്കര ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. ഈ മുഖത്ത് കുരുവൊന്നും വരുന്നില്ലെങ്കിൽ അവർക്ക് നല്ലതാണ്. എനിക്കിത് മുഖത്തൊന്നും പറ്റൂല. പെട്ടെന്ന് തന്നെ മുഖത്ത് കുരു വരും. അതുകൊണ്ട് ഞാൻ മുഖത്തൊന്നും ഇത് തേക്കാറില്ല. ഇത് കൈക്ക് തേച്ചിട്ടായാലും പുറത്തൊന്നും പോവാതിരിക്കുക നല്ലത്. കയ്യെല്ലാം വെയിൽ കൊള്ളുമ്പോൾ കറുപ്പ് വരും. ഈ വാസ്ലൈൻ കൊണ്ട് തന്നെ നമ്മൾ ടൈറ്റായ ചിലപ്പോൾ മോതിരം ഇട്ടിട്ട് നമ്മൾ തടിച്ച് കഴിഞ്ഞാൽ പിന്നെ മോതിരം ഊരാൻ പറ്റാണ്ട് അവിടെ കെണിഞ്ഞിട്ട് നിൽക്കും. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ ഈ വാസ്ലൈൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി തേക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള എന്തെങ്കിലും തേക്കുന്നതായിരിക്കും. ഇതെല്ലാം കുറേ കാലം മുന്നേ ഉള്ളതാണ്. വാസ്ലൈനെല്ലാം കുറേ വർഷങ്ങളായി ഈ കമ്പനി ഇറങ്ങിയിട്ട് തന്നെ. വാസ്ലൈനെ കൊണ്ട് അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെ കണ്ണിനും താഴെ ഇപ്പോൾ കറുപ്പ് നിറമുണ്ട്. ഫോൺ നോക്കുന്നവർ, കമ്പ്യൂട്ടർ നോക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, ടെൻഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിന് താഴെ കറുപ്പ് വരുന്നത്. ഇതുപോലെ ഉപയോഗിച്ചാൽ കണ്ണിന് താഴെ കറുപ്പ് നിറം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിതാ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാസ്ലൈൻ ചെറിയൊരു അടപ്പിലെ പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് രാത്രി കിടക്കാൻ നേരം തേച്ച് കൊടുത്താൽ മതി. നല്ലൊരു ടിപ്പാണ്. ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കണം. ഇപ്പം 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും കണ്ണിനടിയിൽ കറുപ്പ് വരും. ഇപ്പോൾ എല്ലാവരും ഫോൺ ഉപയോഗം അധികമാണ്. അപ്പം ആ കാരണം കൊണ്ടും നല്ലോണം കറുപ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ടിപ്പ് ചെയ്ത് നോക്കാം, എന്തായാലും കുറയും. ഈ വാസ്ലൈൻ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. കുഞ്ഞു മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടൂല. ചില ആൾക്കാർ പറയും ഇത് ഒരു ദിവസം ഉപയോഗിച്ചിട്ടാകുമ്പോൾ റിസൾട്ട് കാണുന്നില്ല, ഇത് തട്ടിപ്പാന്ന്. അങ്ങനെയൊന്നല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം, എന്നാലും നമുക്ക് റിസൾട്ട്, അത് എന്ത് കാര്യം തന്നെ ആയാലും ഏത് ക്രീം ആയാലും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമല്ലോ.
പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ മുഖത്ത് തേച്ച് കാണിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കും. ഞാനിതാ കണ്ണിന് താഴെ തേച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐബ്രോക്കും നമ്മൾ തേച്ച് കൊടുത്താൽ നല്ല കറുപ്പായിട്ട് ഐബ്രോ വരും. പിന്നെ കുറേ പേരുടെ പ്രശ്നമാണ് ഈ മടമ്പ് കാലിൻ്റെ മടമ്പ് കീറൽ. അപ്പോൾ അത് കിടക്കാൻ നേരം ഇതുപോലെ തന്നെ മടമ്പിലിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. നല്ല വ്യത്യാസം വരും. അതുപോലെ തന്നെ ഈ പണ്ടുള്ള ആൾക്കാർ പറയും മടമ്പ് കീറലിന് നമ്മൾ ഏതെങ്കിലും കല്ലിന് കാലിട്ട് നല്ലോണം ഉരച്ച് കഴിഞ്ഞാൽ തന്നെ മടമ്പ് കീറലിന് നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയലുണ്ട്. പക്ഷെ എനിക്ക് മടമ്പ് കീറലില്ല. ഞാൻ നിങ്ങൾക്ക് ഒന്ന് തേച്ചിട്ട് ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ വാസലിൻ വെറുതെ കളയലാണ്. അത് ഇപ്പം ഇനി കളയണ്ട. അതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഞാൻ ഇത് അന്ന് വേറെ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞത് വേറെ ഉപയോഗിച്ചിട്ട് അവിടെ മാറ്റി വെച്ചതാണ്. ഇതൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ആ കോട്ടൻ്റെ തുണിയിൽ കുറച്ച് വാസലിൻ എന്നൊക്കെ സ്പോഞ്ച് ഒന്നും കെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ വാതിലിനോ അല്ലെങ്കിൽ അലമാരക്കോ ഏതിന് വേണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഈ ജനലിൻ്റെ കട്ടിളപ്പടിയെല്ലാം ഇല്ലേ അതിനെല്ലാം തേച്ച് കൊടുത്താൽ നല്ല കളറായിട്ട് കിട്ടും. ഇത് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്. അപ്പം നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത് ഞാൻ ചെയ്തതും നിങ്ങൾക്ക് മറ്റേതും മനസ്സിലാകുന്നുണ്ടാവും. രണ്ടും രണ്ട് വ്യത്യാസമായിട്ട് കാണുന്നുണ്ടാവും. നല്ല ഒരു പ്രത്യേകിച്ച് ഒരു തിളക്കം നമുക്ക് ആ വാതിലിന് കിട്ടുന്നുണ്ട്. ഞാൻ വാതിലിനാണ് തേച്ച് കൊടുക്കുന്നത്. വീട്ടിലെ വാസലിൻ്റെ ഡേറ്റ് കഴിഞ്ഞതുണ്ടെങ്കിൽ കളയണ്ട. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മളെ കൈക്ക് വള ടൈറ്റായിട്ട് ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാസലിൻ കൈക്ക് തേച്ചിട്ടാകുമ്പം ഊരിയെടുത്താൽ മതി. പെട്ടെന്ന് ഇങ്ങനെ ഊരി വന്നോളും. വാസലിനെ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഒരുപാട് ടിപ്പുണ്ട്. അപ്പം ഞാൻ അതിൽ കുറച്ച് ടിപ്പ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഈ വാസലിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മുട്ടിലെ കറുപ്പ് പോവാനും അതുപോലെ തന്നെ സ്കിന്നിന് തേക്കാനും ഡ്രൈ സ്കിൻ എല്ലാം നല്ലതാണെന്ന് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ തലവേദന വരും. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് അങ്ങനെ ഉള്ളവർ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാനിവിടെ ഇതാ ഒരു ഗ്ലാസ് പിന്നെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടിച്ച് നോക്കാം. ഈ മൈഗ്രെയിൻ്റെ തലവേദനയെല്ലാം ഭയങ്കര കടുപ്പപ്പെട്ട തലവേദനയായിരിക്കും. അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് നോക്കാം. എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബായ്.